ലൈവില് 1 മണിക്കൂറായിട്ട് അനുമോളെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് അപ്പാനി ശരത്തും ഷാനവാസും ആര്യനും അക്ബറും പിന്നെ ഈ കൂട്ടത്തിൽ ഒരു പണിയില്ലാതെ ഒരു മൂലയ്ക്ക് കയറി ചുമ്മാ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ കൊഞ്ഞണം കുത്തിക്കൊണ്ട് ചുമ്മാ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് ഒക്കണ്ടിച്ചുകൊണ്ട് ഒരാളും കൂടി ഉണ്ട്, റെന ഫാത്തിമ. ഒരു പണിയില്ലാതെ അവിടെ ഇരിക്കുന്ന ഒരാളാണ് റെന ഫാത്തിമ. അപ്പം ഇത്രയും പേര് കൂടെ അനുമോൾക്കെതിരെ ഒരു വലിയ ഒരു സംസാരം. പക്ഷേ അത് അവര് എല്ലാവരും കൂടെ ചേർന്നിട്ട് ഒരു കല്യാണ വീട്ടിലെ വിശേഷമോ അല്ലെങ്കിൽ വാഴ വെട്ടുന്ന വിശേഷമോ സമൂസ ഉണ്ടാക്കുന്ന വിശേഷമോ ഒക്കെയാണ് പറയുന്നത്. പക്ഷെ ഇവരെല്ലാവരും ഈ പറയുന്നത് മുഴുവൻ അനുമോളെയാണ്. അതായത് അനുമോള് പറയുന്ന കാര്യങ്ങൾക്ക് ഓപ്പോസിറ്റ് ആയിട്ട് ഇവർ ആ സംസാരത്തെ മാറ്റിയും തിരിച്ചും പല പല കാര്യങ്ങളിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സംഭവം തുടങ്ങുന്നത്, ഞാൻ കണ്ടു തുടങ്ങിയ ആ ഒരു പാർട്ടിൽ തുടങ്ങുന്നത്, നമ്മുടെ അനുമോള് ഈ അനീഷ് നടക്കുന്ന ഒരു നടത്തത്തിന്റെ സ്റ്റൈലിൽ, അത് മനഃപൂർവ്വം നടന്നതാണോ അതോ തമാശയ്ക്ക് നടന്നതാണോ എന്നറിയത്തില്ല, അനീഷിനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ നടക്കുന്നുണ്ടായിരുന്നു. ഒന്നും മിണ്ടാതെ ആരെയും നോക്കാതെ നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നടന്നപ്പോഴത്തേക്കും അത് ഇവരെല്ലാരും കൂടെ അനീഷിനെ കണ്ട് കോപ്പി അടിച്ച് അനീഷിനൊപ്പം നടക്കുന്നു എന്ന ലെവലിൽ അനീഷിനെയും അനുമോളെയും ചേർത്ത് പറഞ്ഞു തുടങ്ങി. അതും കഴിഞ്ഞിട്ട് അപ്പോഴത്തേക്കും അനുമോള് ആ പറയുന്ന ഒരു അവസരത്തിൽ നിന്ന് അങ്ങ് മാറി. ആ സമയത്ത് ആ പറയുന്ന കളിയാക്കുന്ന സമയത്ത് അപ്പാനി ശരത്തും അക്ബറും ആര്യനും റെന ഫാത്തിമയുമായിരുന്നു. അതിനുശേഷം അനീഷിന്റെ അനീഷും അവിടെ നിന്ന് ഇത് മൈൻഡ് ചെയ്യാതെ മാറുന്നുണ്ട്. അനുമോൾ അവിടെ നിന്ന് മാറി ബാത്റൂമിന്റെ അടുത്ത് പോയിട്ട്, എല്ലാ സീസണിലും ഉണ്ടാകുന്ന ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത്, ഈ പറയുന്ന യൂറോപ്യൻ ക്ലോസറ്റിന്റെ സൈഡിലായിട്ട് ആണുങ്ങളെല്ലാം യൂറിൻ പാസ് ചെയ്തിട്ട് അവിടെ കാത്തപ്പൂക്കളം ഇട്ട് വെക്കുന്ന ഒരു പരിപാടിയുണ്ട്. അതിപ്പോ ബിഗ് ബോസിനകത്തെന്നല്ല, നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന കുറേ പ്രശ്നങ്ങളാണ് ഇതൊക്കെ. അതൊക്കെ പലപ്പോഴും എഡ്യൂക്കേറ്റ് ചെയ്തൊക്കെയാണ് മാറ്റിയെടുക്കാറ്. അപ്പോൾ ഈ ഒരു വിഷയം അവിടെ അഡ്രസ്സ് ചെയ്യാനായിട്ട് അനുമോള് വരുമ്പോൾ അവിടെയുള്ള എല്ലാ ആണുങ്ങളെയും കോമൺ ആയിട്ടാണ് പറയുന്നത്. അനുമോള് പറയുന്നത്, നിങ്ങൾ ആണുങ്ങളല്ലേ അതെല്ലാം ചെയ്തേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചൂടിനകത്ത് നിൽക്കുന്ന സമയത്തായതുകൊണ്ട് അപ്പാനി ശരത്തിനാണെങ്കിൽ ആരെങ്കിലും കിട്ടിയാൽ കടിച്ചു കീറുന്ന ഒരു സ്വഭാവമാണ് അപ്പാനി ശരത്തിൻ്റെത്. ഒരു കലാകാരന് ഈ ഒരു ക്വാളിറ്റി, അതൊരു ഭയങ്കര ബാഡ് ക്വാളിറ്റിയാണ്. ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് എനിക്ക് ഇന്നും തോന്നി. കാരണം ഓൾറെഡി അനീഷിന്റെ അടുത്ത് അപ്പാനി ശരത്ത് പെരുമാറുന്ന രീതി ഒട്ടും ശരിയല്ല. ഒരു വ്യക്തിയെ വെറുതെ ഇങ്ങനെ ചുമ്മാ അങ്ങോട്ട് പോയി ആക്രമിച്ചുകൊണ്ടിരിക്കരുത്. ചൊറിയാൻ വരുന്നവൻ ചൊറിയാൻ വന്നിട്ട് അങ്ങ് പോവും. ഇയാൾ പിന്നെയും പോയി മാതി വീണ്ടും ചൊറിച്ചിൽ തിരിച്ചു മേടിക്കുന്ന കണക്കാണ് അപ്പാനി ശരത്ത് സ്ഥിരം ചെയ്യുന്നത്. എനിക്ക് ഈ സീസണിൽ ഏറ്റവും കൂടുതലും ഇറിറ്റേറ്റഡ് ആയിട്ട് തോന്നിയത് അനീഷോ അല്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്ന രേണുസുതിയോ ഒന്നുമല്ല. രേണുസുതിയൊക്കെ പാവം എവിടെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ റൂമിൽ ഇരുന്ന് കരയുന്നുണ്ടായിരിക്കാം. പക്ഷെ ഈ അപ്പാനി ശരത്ത് ഓൾവേസ് എല്ലാവരുടെ അടുത്തും ആരെങ്കിലും ഒന്ന് കോണർ ചെയ്യാൻ കിട്ടിക്കഴിഞ്ഞാൽ അപ്പാനി ശരത്ത് അവിടെ കയറി ഹീറോ കളിക്കുകയാണ്, അവിടെ കയറി ഗുണ്ടായിസം കളിക്കുകയാണ്. അതേപോലെ ഗുണ്ടായിസം രാവിലെ തൊട്ട് ഇയാൾക്കൊന്നും മടുക്കത്തില്ലേ എന്ന് തോന്നിപ്പോയി. അനുമോളോട് ചുമ്മാ തട്ടിക്കേറാൻ തുടങ്ങി. മീൻസ് അനുമോളോട് നേരിട്ടല്ല ഈ ദേഷ്യപ്പെടല്, നമ്മളെല്ല മാറ്റി നിർത്തിയിട്ട് നമ്മളിങ്ങനെ കേൾക്കാൻ, നമ്മളെ കുത്തി പറയുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ, അതേപോലെ അനുമോളെ ഇട്ട് അങ്ങ് പറയുകയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഒരു അവസരത്തിൽ, അതായത് നമ്മുടെ അനുമോള് ശരിക്കും പറഞ്ഞാൽ ഒരു വിഷയം ഉന്നയിച്ചു, ആ വിഷയത്തെക്കുറിച്ച് ഇവരാരും ഒന്നും പറയുന്നില്ല. അതിന് പകരം ഇങ്ങനെ പല പല കാര്യങ്ങൾ പറഞ്ഞിട്ട് അനുമോളെ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യുകയാണ്. അനുമോളും ഒരു പരിധി കഴിഞ്ഞപ്പോഴത്തേക്ക് തിരിച്ച് അവർ പറയുന്ന അതേ ലെവലിൽ പിന്നെയും സംസാരിക്കാൻ തുടങ്ങി, മാക്സിമം ശ്രമിക്കാൻ തുടങ്ങി. അതായത് കുറെ വാഴകളുണ്ട്, വാഴകൾക്ക് വിഷം വെച്ച് എല്ലാത്തിനെയും നശിപ്പിക്കണം. അപ്പോൾ ഉടനെ അവന്മാർ ഇങ്ങോട്ട് വാഴകളൊക്കെ ഏതാ, കണ്ണം വാഴ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവന്മാർ ഓരോന്ന് പറയും. പിന്നെ അങ്ങോട്ട് എന്തെങ്കിലും ഒരു തിരിച്ചു കാര്യം പറയുമ്പോൾ കൊടുക്കൽ വാങ്ങൽ കാര്യങ്ങളിനകത്ത് എന്തായാലും നന്നായിട്ട് ശ്രദ്ധിക്കണം. അക്ബറാണ് ഈ ഡയലോഗൊക്കെ പറയുന്നത്, കൂടുതലും ഡയലോഗ് അടിക്കുന്നത് അക്ബറാണ്. അക്ബറിന് നല്ല രീതിയിൽ തമാശകൾ പറയാൻ അറിയാം, പക്ഷെ സാഹചര്യം ഇത് അത്ര നല്ലതായിട്ടില്ല എന്നെനിക്ക് തോന്നി. പിന്നെ ഈ പറഞ്ഞതിന് ശേഷം അനുമോൾ ഒന്ന് മാറിയിരുന്ന് ദേഷ്യവും വിഷമവും പരാതികളും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ബിൻസി വന്നിട്ട് ഈ ആങ്ങളമാരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മളെ കസിൻസ് ഒക്കെ നമ്മളെ ഇതിനൊക്കെ ഇറിറ്റേറ്റ് ചെയ്യുക, നമ്മൾ തമാശയായിട്ട് എടുക്കത്തില്ലേ, നീ ഫണ്ണായിട്ട് എടുക്കുക, ഇതൊക്കെ ഒരു ഫണ്ണല്ലേ, ഫണ്ണായിട്ട് എടുക്കുക എന്ന് ബിൻസി ആവർത്തിച്ച് പറയാൻ തുടങ്ങി. ഇതൊരിക്കലും ഫണ്ണായിട്ട് എടുക്കാൻ ഒരാൾക്കും സാധിക്കില്ല. അത് അനുമോളുടെ ആ ഒരു സിറ്റുവേഷനിൽ നിൽക്കുമ്പോൾ മാത്രമേ അത് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അതൊട്ടും അനുമോൾക്കെന്നല്ല ഒരാൾക്കും അത് ഫണ്ണായിട്ട് ഫീൽ ചെയ്യത്തില്ല. അപ്പോൾ അനുമോൾക്ക് അത് കൂടുതൽ ദേഷ്യമുണ്ടായി. അപ്പോൾ അനുമോൾ പറഞ്ഞു, നിന്റെ ആങ്ങളമാരല്ലേ, നീ പോയി പറയുന്ന എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഈ പറയുന്ന ബാത്റൂമിൽ ഇങ്ങനൊരു ഇഷ്യൂ ഉണ്ടെന്നുള്ളത് ഈ പെൺകുട്ടികളൊക്കെ കണ്ടാലും ആരും തന്നെ അത് അഡ്രസ്സ് ചെയ്യുന്നില്ല എന്നൊരു പരാതി കൂടി അനുമോള് പറഞ്ഞു. ഇനി ഇതെല്ലാം അവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അനുമോൾ അതിന്റെ ദേഷ്യവും വാശിയുമായിട്ട് വീണ്ടും ഈ പറയുന്ന ആ ഒരു വാഷ്റൂം ഏരിയയിലോട്ട് പോയിട്ട് അവിടെ ആദില ഉണ്ടായിരുന്നു. അപ്പൊ ആദിലയോട് പറഞ്ഞു, നിങ്ങൾ ഇത് കണ്ടിട്ടില്ലേ, നിങ്ങൾ എന്താ അത് പറയാത്തത്, നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ അത് പോയി പരാതി പറയാൻ പറഞ്ഞു. അപ്പൊ ആദില ഉടനെ എന്നാ വാ അനുമോളെ നമുക്ക് പറയാമെന്ന് പറഞ്ഞു. അപ്പൊ അനുമോള് പറഞ്ഞു, ഞാൻ കുറേ പറഞ്ഞതാണ്, അവരെല്ലാരും എന്നെ കളിയാക്കുകയാണ്, ആദില ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ ആദില അവിടെ ചെന്നിട്ട് എന്തുവാ, നേരെ പോയി ഷാനവാസ് എല്ലാവരും ഇരിക്കുകയാണല്ലോ, ഷാനവാസിന്റെ ദേഹത്തൊക്കെ തട്ടിയിട്ട്
എന്താണ് ഇവിടെ പ്രശ്നം, എന്തിനാണ് അനുമോളെ കളിയാക്കുന്നത്, അനുമോളെ ആരാ കളിയാക്കിയത്? അപ്പൊ അവന്മാരെല്ലാരും കൂടെ ചേർന്നിട്ട് ദേ വരുന്നു ഗുണ്ട വരുന്നു എന്നും പറഞ്ഞു. പിന്നെ അവര് വീണ്ടും തമാശയാക്കി പിന്നെയും ഓരോ ഡയലോഗുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ബിന്നി ഇതിനെല്ലാം സാക്ഷിയാണ്. ശരിക്കും പറഞ്ഞാൽ ബിന്നി ഒരു ഡബിൾ സ്റ്റാൻഡ് ആണ്, അല്ലെങ്കിൽ കുറച്ചധികം ഡിപ്ലോമാറ്റിക് ആയിട്ടാണ് പെരുമാറുന്നത് എന്ന് ബിഗ് ബോസ് ഹൗസിനകത്തുള്ള ഈ മത്സരാർത്ഥികൾ പറയുമ്പോഴും ഇപ്പോൾ വരെ എനിക്ക് അതിന്റെ ഒരു ക്ലാരിറ്റി കിട്ടിയില്ലായിരുന്നു. അപ്പോൾ ഇന്ന് എനിക്കത് ക്ലാരിറ്റി കിട്ടി. അതായത് ഇതെല്ലാം കണ്ടുകൊണ്ട് ദൃക്സാക്ഷിയായിട്ടിരിക്കുന്ന ബിന്നി ഈ പറയുന്ന ആദില വന്നപ്പോൾ ആദിലെ പിടിച്ചിരുത്തി പറയുന്ന ഡയലോഗ്, അനുമോൾ ഈ പറയുന്ന ബാത്റൂമിന്റെ ഇഷ്യൂ വന്ന് അഡ്രസ്സ് ചെയ്തത് ആണുങ്ങളെല്ലാമാണ് എന്ന് പറഞ്ഞിട്ടാണ്. അങ്ങനെ പറയാൻ പാടില്ലല്ലോ, പകരം ആരോ ഒരാളാണ് ചെയ്തത് എന്ന രീതിയിൽ അതാരാന്ന് കണ്ടെത്തുകയല്ലേ ചെയ്യേണ്ടത് എന്ന് പറയുന്നുണ്ട്. അനുമോളോടും ഈ പറയുന്ന ബിന്നി പറഞ്ഞു കൊടുക്കുന്ന കാര്യം എന്ന് പറയുന്നത്, ഇപ്പൊ നമുക്കെന്തായാലും ബാത്റൂമിനകത്ത് ഈ പറഞ്ഞ ക്യാമറ ഇല്ല, പക്ഷേ ആരിറങ്ങിയതിന് ശേഷമാണ് ആ ബാത്റൂം ഇങ്ങനെ മോശമായത് എന്നുള്ളത് ക്യാമറയ്ക്കകത്ത് കാണാൻ പറ്റുമല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ലേ എന്നൊക്കെ ബിന്നി വലിയ താത്വികമായിട്ട് അവലോകനം ചെയ്തുകൊണ്ട് അനുമോളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനൊരു വിഷയമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി അടുത്ത എന്താണ് ഇതിന്റെ ഒരു കൺക്ലൂഷൻ, അല്ലെങ്കിൽ ഇതിന്റെ ഒരു ക്ലൈമാക്സ് എങ്ങോട്ടേക്കാണ് പോകുന്നതെന്നുള്ളത് ഞാൻ നോക്കിയിട്ട് വന്നിട്ട് പറയാം. അപ്പോൾ നിങ്ങൾ സീരിയൽ ഗ്രാൻഡ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ പോയി വരാം. ബൈ.